മാരാർജി ഭവനിൽ നിന്നാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ വിളിച്ചു എന്ന് പറയുന്നതിൽ ആളുകൾക്ക് വലിയ അത്ഭുതം തോന്നാൻ സാധ്യതയില്ല. ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇതൊന്നും ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ RSSുമായിട്ടുള്ള ഡീലിൻ്റെ ഒരു പുതിയ ഉദാഹരണമായിട്ട് ഈ കാര്യങ്ങൾ കൂടി വരുന്നു എന്ന് വേണം കാണാൻ. സമ്പൂർണ്ണമായും RSSന് കീഴ്പ്പെടുമ്പോൾ ഇനിയിപ്പോൾ ശാഖാപ്രമുഖമാരൊക്കെ വിളിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോകും. അത് അപകടകരമായ ഒരു നീക്കമാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഒരു മന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് കേന്ദ്രവുമായൊരു ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ താൻ ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രസേനയ്ക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. യഥാർത്ഥത്തിൽ നമ്മുടെ മന്ത്രിമാർ അല്ലെങ്കിൽ ഗവൺമെൻറ് കേന്ദ്ര മന്ത്രിമാരെയും അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ആ നിലയിലുള്ള ബന്ധപ്പെട്ട ആളുകളെയാണ് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ വിളിക്കുക. പക്ഷേ ഇപ്പോൾ മാരാർജി ഭവനിൽ നിന്നാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ വിളിച്ചു എന്ന് പറയുന്നതിൽ ആളുകൾക്ക് വലിയ അത്ഭുതം തോന്നാൻ സാധ്യതയില്ല. ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇതൊന്നും ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ RSSുമായിട്ടുള്ള ഡീലിൻ്റെ ഒരു പുതിയ ഉദാഹരണമായിട്ട് ഈ കാര്യങ്ങൾ കൂടി വരുന്നു എന്ന് വേണം കാണാൻ. സമ്പൂർണ്ണമായും RSSന് കീഴ്പ്പെടുമ്പോൾ ഇനിയിപ്പോൾ ശാഖാപ്രമുഖമാരൊക്കെ വിളിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോകും. അത് അപകടകരമായ ഒരു നീക്കമാണ്. സർക്കാരിന്റെ പ്രധാന ഫോക്കസ് റീൽസിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം ഇപ്പൊ പ്രതികളെ പിടിക്കുന്നതിന് മുമ്പ് റീൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് റീൽ ഇറങ്ങുന്നു. പക്ഷെ പ്രളയകാലത്ത് പ്രളയം പോലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്തേക്ക് നേരിട്ട് എത്താൻ പറ്റുന്നില്ല, അതിന് വിരുന്നിന് പോകുന്ന സ്ഥിതി. അപ്പോൾ എല്ലാം റീൽസ്മയമായിട്ട് തോന്നുന്നുണ്ടോ സർക്കാരിന്റെ പ്രവർത്തനം? അതായത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് റീൽസ് ഒക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അതായത് ഒരു മുഖ്യമന്ത്രി ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ മുഖ്യമന്ത്രി സംഭവ സ്ഥലത്ത് എത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലിരുന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം മുന്നിലിരുത്തി അതാത് വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാക്കണം. ഇത് രണ്ടും ഈ പ്രളയത്തിൻ്റെ കാലത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി വളരെ നിസ്സാരമായി പറയുകയാണ്, ഞാൻ കലക്ടറെ വിളിച്ച് ചോദിച്ചു, കലക്ടർ ഇങ്ങോട്ട് വരേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, ഞാനപ്പോൾ അങ്ങോട്ട് പോയി എന്നാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ നിലയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സജീവമായ ഇടപെടലാണ്. അപ്പം അതിനു പകരം മുഖ്യമന്ത്രി ജ്വല്ലറി ഉദ്ഘാടനം പോയി റീൽസ് ഇടുന്നു, സിനിമാ നടന്മാരുടെ കൂടെ പോയി വസ്ത്രാലയത്തിൻ്റെ റിബൺ കട്ട് ചെയ്യുന്നു, വലിയ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ എല്ലാം റീലുകൾ. അപ്പോൾ റിയലായി ഇടപെടുന്നതിന് പകരം റീലിലേക്ക് ചുരുങ്ങുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. റീൽസ് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. കുറച്ച് ലൈക്കും ഷെയറൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്നുള്ളതാണ് ഈ വിഴിഞ്ഞത്ത് നിന്ന് ഉൾപ്പെടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വിഴിഞ്ഞത്തെ കടലിൽ കാണാതായ ജോണിൻ്റെ മകൾ നിങ്ങൾ നോക്കണം. ആ പെൺകുട്ടി തന്നെ പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. അപ്പോൾ നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ പോയി ചോദിച്ചപ്പോൾ അവരുടെ ഹൃദയം പൊട്ടിയിട്ട് തൻ്റെ അച്ഛനെ കാണാതായി കഴിഞ്ഞ 10 ദിവസമായി, 10-11 ദിവസമായി, 12 ദിവസമായി ഒരന്വേഷണവും നടക്കുന്നില്ല എന്ന വേദന പങ്കുവച്ചതിൻ്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിക്ക് നേരെ രൂക്ഷമായ സൈബർ അറ്റാക്ക് നടത്തി. ആരാ സൈബർ അറ്റാക്ക് നടത്തിയത്? VD സതീശനെ, രമേശ് ചെന്നിത്തലയെ, കുഞ്ഞാലിക്കുട്ടിയെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പേജുകൾ, ഉത്തരവാദിത്തപ്പെട്ട ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സൈബർ പേജുകൾ, അവരാണ് ഈ പെൺകുട്ടിക്ക് നേരെ രൂക്ഷമായ സൈബർ അറ്റാക്ക് നടത്തിയത്. അത്യന്തം ഗൗരവമാണ്. ഒരു കേസ് എടുത്തോ, ഒരു കേസ്. അച്ഛൻ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി തൻ്റെ വേദന പങ്കുവെച്ചതിന് സൈബർ അറ്റാക്ക് നേരിട്ടിട്ട് ഒരു കേസ് ചാർജ് ചെയ്തോ? ഇതുവരെയായിട്ട് ചാർജ് ചെയ്തിട്ടില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്.